ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത്രയധികം വലിയ രീതിയിലാണ് പ്രതിഷേധം നടക്കുന്നത്. EVM തിരിമറി ആരോപിച്ചാണ് ഭവാനിപ്പൂരിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഷെഖാവത്ത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു പ്രശ്നവും ഇല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ നേപ്പാളിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 17 പേർക്ക് ദാരുണാന്ത്യം. കനത്ത മഴയെ തുടർന്നുണ്ടായ ചെളിയിൽ ജീപ്പ് തെന്നുമാറിയതാണ് അപകട കാരണമെന്ന് പോലീസ് പറയുന്നു. വൈശാഖ പൂർണിമ ആഘോഷത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരവിന്ദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വൈകുന്നേരത്തോടു കൂടിയാണ് നേപ്പാളിലെ റോൾപ്പ ജില്ലയിൽ അപകടമുണ്ടാകുന്നത്. ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് 17 പേർക്ക് ആ ജീവൻ നഷ്ടമായത്. 700 മീറ്റർ താഴ്ചയിലുള്ള കൊക്കയിലേക്ക് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ റോഡിലുണ്ടായ ചെളിയിൽ ജീപ്പ് തെന്നിമാറി എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ദുർഘടമായ കാലാവസ്ഥ കാരണം ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈശാഖ പൂർണിമ ആഘോഷത്തിൽ പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ജീപ്പിൽ ഇത്തരത്തിൽ അമിതമായ ആളുകളെ കയറ്റിയതും ഒരു അപകട കാരണമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 17 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.